കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഈ രാമായണ കഥ പറയുമ്പോൾ ആഞ്ജനേയസ്വാമി നമ്മളടുത്ത് ഇങ്ങനെ ആനന്ദക്കണ്ണീര് പൊഴിച്ച് ഭക്തിരസത്തിൽ ആ ഭക്തി അങ്ങേയറ്റം നമ്മുടെ ഭക്തിയും കൂടി പരിപൂർണ്ണമാകാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് വേണം രാമായണം എപ്പോഴും വായിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഹനുമാൻ്റെ ഇതും കൂടിയും ചെല്ലണത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ യശോദ ഈ ഇടപ്പിറന്നാൾ ദിവസവും കൊല്ലം തികയണ പിറന്നാൾ ദിവസമൊക്കെ പല പല നല്ല സാധനങ്ങൾ പലഹാരങ്ങളും മധുരമുള്ള നൈവേദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി എല്ലാ ബാലാരിഷ്ടകളും തീരാൻ കുട്ടികളുടെ ബാലാരിഷ്ടകളൊക്കെ തീരാൻ പ്രത്യേക വ്രതം അനുഷ്ഠിച്ച് നൈവേദ്യം സമർപ്പിച്ചിരുന്നു എന്നാണല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് ഇനി ബാലലീല വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി എഴുത്തച്ഛൻ ബാലലീല ഇത്ര കുട്ടിക്കാലത്തെ ലീലയെപ്പറ്റി കാര്യമായിട്ട് പറയണില്ല. അതിലധികം ശരിക്കും ഈ അധ്യാത്മരാമായണം മൂലത്തിൽ ബാലലീല കുറച്ചും കൂടി അധികമുണ്ട്. എഴുത്തച്ഛൻ അതത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് 52ഉം 53ഉം വായിക്കാം. ഗൃഹകൃത്യം തയാ ത്യക്തം തസ്യ ചാപല്യകാരണാൽ ഏകദാ രഘുനാഥോസൗ ഗതോ മാതരമന്തികേ ഭോജനം ദേഹി മേ മാതർന്ന ശ്രുതം കാര്യസക്തയാ തഥാ ക്രോധേന ഭാണ്ഡാനി ലഘുടേനാഹനത്തദാ. എന്താണോ തസ്യ ചാപല്യകാരണാത് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ശ്രീരാമൻ്റെ കുട്ടികളുടെ ചാപല്യം നിമിത്തം മീൻസ് വികൃതി കാരണം, അതായത് കുട്ടിക്കാലത്തെ ബാലചാപല്യം തന്നെയാണല്ലോ വികൃതി. അപ്പോൾ കുട്ടികളുടെ ഈ വികൃതി കാരണം ഗൃഹകൃത്യം വീട്ടുജോലി തയാ ത്യക്തം ചിലപ്പോൾ ത്യജിക്കപ്പെടേണ്ടി വരും. അതായത് വീട്ടുജോലിയൊന്നും മുഴുവനാക്കാൻ പറ്റില്ല ഈ കുട്ടികളുടെ വികൃതി പിന്നാലെ നടന്നിട്ടേ. അസൗ രഘുനാഥ ഈ രാമൻ ഏകദ ഒരു ദിവസം മാതരം അന്തികെ ഗത മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. എന്ത്? മാതാ മേ ഭോജനം ദേഹി, അമ്മേ എനിക്ക് ഭക്ഷണം തരൂ. കാര്യസക്തയാ തയാ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൗസല്യ ശ്രുതം ശവിക്കപ്പെട്ടില്ല, കേട്ടില്ല പറഞ്ഞത്. അമ്മയെ എനിക്ക് വിശക്കണു തരൂന്ന് പറഞ്ഞപ്പോൾ അത് ശ്രോതവ്യം. വേറെ കാര്യങ്ങൾ ചെയ്യാവുണ്ടേ, വേറെ കാര്യങ്ങളിൽ മുഴുകിയിരുന്ന അതാണ് കാര്യസക്തയാ തയ വേറെ കാര്യങ്ങൾ ചെയ്യണതിൽ മുഴുകിയിരുന്ന കൗസല്യ ശ്രുതം അത് കേട്ടില്ല. തതഹ അപ്പോൾ ക്രോധേന ദേഷ്യം വന്നു ശ്രീരാമന്. ഭാണ്ഡാനീച്ചാലോ ഭാണ്ഡങ്ങളെ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഭാണ്ഡം പറയണതല്ല, ഇവിടെ പാത്രങ്ങൾ അടുക്കള പാത്രങ്ങളൊക്കെ അന്നൊക്കെ ഈ മൺകുടങ്ങളൊക്കെ ആവും, ഈ മൺപാത്രങ്ങളാവും. ലഘുടേന വടികൊണ്ട് ലഘുടേന എന്താ അഹനത് അതാണ് ലഘുടേന അഹനത്ത തഥ. അപ്പോൾ എന്ത് ചെയ്തു? വടികൊണ്ട് അടിച്ചിട്ട് അഹനത് മീൻസ് പൊട്ടിച്ചു. കൃഷ്ണൻ്റെ ലീലകളെ പോലെ തന്നെ. ആദ്യം എന്താ പറഞ്ഞ വെച്ചാൽ ഈ ശ്രീരാമൻ്റെ വികൃതി കാരണം പലപ്പോഴും വീട്ടുകാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരാറുണ്ടെന്ന്. എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ദിവസം ശ്രീരാമൻ ഓടി വന്ന് അമ്മയെ എനിക്ക് വിശക്കണു എന്തെങ്കിലും തരൂന്ന് പറഞ്ഞു. പക്ഷേ വേറെ ഏതോ പണിയിൽ അത്ര മുഴുകിയിരിക്കുകയായതുകൊണ്ട് അത് കേട്ടില്ല ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ. അപ്പോഴേക്കും ശ്രീരാമന് ദേഷ്യം വന്നിട്ട് ഒരു വടിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിൽ അടിച്ചിട്ട് അഹനത്ത് പറഞ്ഞു അല്ലേ, അടിച്ച് ഉടച്ചു, വടികൊണ്ട് ഉടച്ചു. അതൊക്കെ പൊട്ടി ചെതറി പാത്രങ്ങൾ.
അതാണ് ഒരു വികൃതി. എന്നിട്ട് ഇനി നല്ല ഇനിയും പറയണ്ട കേട്ടോ. ഇനി 52 53 വായിക്കാം. ഗൃഹകൃത്യം തയാ ത്യക്തം തസ്യ ചാപല്യകാരണാത് ഏകദാ രഘുനാഥോऽസൗ ഗതോ മാതരമന്തികേ ഭോജനം ദേഹി മേ മാതർ ന ശ്രുതം കാര്യസക്തയാ തത ക്രോധേന ഭാണ്ഡാനി ലഘുടേനാഹനത്തതാ. മലയാളം പോലുള്ള സംസ്കൃതമാണ് ശരിക്കും. ഇനി 54. ശിക്യസ്ഥം പാതയാമാസ ഗവ്യം ച നവനീതകം ലക്ഷ്മണായ ദദൗ രാമോ ഭരതായ യഥാക്രമം. അതോ ശിക്യസ്ഥം ഉറിയിൽ വെച്ചിട്ടുള്ള, ശിക്യത്തിൽ വെച്ചിട്ടുള്ള എന്താ ഗവ്യം. ഗവ്യം ച അവിടെ പാലും നെയ്യും, അതായത് പശുവിൻ്റെ പിന്നെ സാധനങ്ങൾ, പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ, പശുവിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉറിയിൽ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ? പാലിനെയും, ഗവ്യം പാലിനെയും, നവനീതകം ചലോ വെണ്ണയെയും പാതയാമാസ അടിച്ചിട്ടു. ഉറിയിൽ തൂക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ പോലെ തന്നെ ഉറിയിൽ തൂക്കിയ പാലും വെണ്ണയൊക്കെ അടിച്ച് താഴത്തേക്ക് ഇട്ടു. ലക്ഷ്മണായ ഭരതായ, എന്നിട്ട് ലക്ഷ്മണനും ഭരതനും ക്രമത്തിൽ, യഥാക്രമം എന്താ, രാമ ദദൗ രാമൻ കൊടുത്തു. അതായത് ഉറിയിൽ ഉയരത്ത് പിന്നെ തൂക്കി വച്ചിരിക്കുന്ന പാൽപാത്രം, തൈര്, വെണ്ണ ഇതൊക്കെ താഴത്ത് വീഴ്ത്തിയിട്ടു. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ലക്ഷ്മണനും ഭരതനും കൊടുത്തു ശ്രീരാമൻ. ദേഷ്യം, അമ്മോടുള്ള ദേഷ്യമാണ്. ആദ്യം പാത്രം ഉടച്ചു പറഞ്ഞു, പിന്നെ തൂക്കിയത് ഉറിയിൽ തൂക്കിയത് പോലും തല്ലി താഴ്ത്തിട്ട് വെണ്ണയും പാലും ഒക്കെ തൈരും ഒക്കെ ലക്ഷ്മണനും ഭരതനും കൊടുത്തു എന്ന്. ശിക്യസ്ഥം പാതയാമാസ ഗവ്യം ച നവനീതകം ലക്ഷ്മണായ ദദൗ രാമോ ഭരതായ യഥാക്രമം. പിന്നെയോ 55. ശത്രുഘ്നായ ദദൗ പശ്ചാദ്ദതി ദുഗ്ധം തഥൈവ ച സൂതേന കഥിതം മാത്രേ ഹാസ്യം കൃത്വാ പ്രഥാവതി. അതിനുശേഷം ആദ്യപ്പോൾ ഭരതനും ലക്ഷ്മണനെ പറഞ്ഞുള്ളൂ. ഇനി പറയണു പശ്ചാത്, അതിനുശേഷം ദധി ദുഗ്ധം തൈരും പാലും തഥാ ഏവ ഇവർക്ക് കൊടുത്ത പോലെ തന്നെ ശത്രുഘ്നനും ദദൗ കൊടുത്തു. സൂതേന സൂതനാൽ മാത്രേ മാതാവിനായിക്കൊണ്ട് കഥിതം പറയപ്പെട്ടു. ഹാസ്യം കൃത്വ ചിരിച്ചും കൊണ്ട് പ്രഥാവതി ഓടുന്നു. എന്താ അറിയുമോ, ലക്ഷ്മണനും ഭരതനും കൊടുത്ത പോലെ തന്നെ ശത്രുഘ്നനും കൊടുത്തു പാലും തൈരും വെണ്ണയൊക്കെ. അത് അവിടെ വെക്കണ ആള് സൂതൻ. ഇവിടെ സൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വെപ്പുകാരൻ. ആ രാജധാനിയിലത്തെ വെപ്പുകാരൻ ഇത് കൗസല്യോട് പോയി പറഞ്ഞപ്പോൾ ചിരിച്ചും കൊണ്ട് രാമനെ പിടിക്കാനായിട്ട് കൗസല്യ ഓടിപ്പാഞ്ഞ് ചെന്നു എന്നാണ് പറയണത്. അതായത് ദേഷ്യം വന്ന പാത്രങ്ങൾ പൊട്ടിച്ചു. പിന്നെ ഉറിയിലത്തതൊക്കെ എടുത്തിട്ട് അത് കണ്ടില്ല, ഇത് കൊടുക്കണമെന്നും പൊട്ടിച്ചത് കണ്ടുകൊണ്ട് അവിടുന്ന് ഓടി. അപ്പോൾ പിന്നെ കലോറയിലാവും ചിലപ്പോൾ ഉറിയൊക്കെ, സ്റ്റോർ റൂമിലെ കലോറയിലാവും. അപ്പോൾ കലോറയിലേക്ക് ഓടിപ്പോയത് ചിലപ്പോൾ പിന്നെ കൗസല്യ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും കലോറയിൽ പോയിട്ട് ഉറിയൊക്കെ അടിച്ചുടച്ച് അതിലത്തെ പാലും വെണ്ണയും പിന്നെ എന്താണ് തൈരും ഒക്കെ ആദ്യം ഭരതനും ലക്ഷ്മണനും കൊടുത്തു, അതുപോലെ തന്നെ ശത്രുഘ്നനും കൊടുത്തു. ഇത് കണ്ടപ്പോൾ വെപ്പുകാരൻ വന്ന് കൗസല്യോട് പറഞ്ഞു, ദാ ഇങ്ങനെ കാട്ടുണ്ട്, വികൃതി കാട്ടുണ്ട് ദാ ശ്രീരാമൻ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചും കൊണ്ട്, എങ്ങനെയാണ് ഭഗവാനോടൊക്കെ ദേഷ്യം വരിക അല്ലേ, ചിരിച്ചും കൊണ്ട് ശ്രീരാമൻ്റെ പിന്നാലെ പാഞ്ഞു. ആര്? കൗസല്യ എന്നാണ് പറഞ്ഞത്. ശത്രുഘ്നായ ദദൗ പശ്ചാദ്ദതി ദുഗ്ധം തഥൈവ ച സൂതേന കഥിതം. സൂതേന കഥിതം വെച്ചാൽ വെപ്പുകാരനാൽ പറയപ്പെട്ട മാതാവ്. ഹാസ്യം കൃത്വാ പ്രഥാവതി, ചിരിച്ചുകൊണ്ട് പ്രഥാവതി ച പിന്നാലെ ഓടി. ഇനി 58 ഇതിപ്പോൾ 55 56 57. ആഗതാം താം വിലോക്യാഥ തത സർവൈ പലായിതം കൗസല്യാ ധാവമാനാപി പ്രസ്ഖലന്തി പദേ പദേ. 57. രഘുനാഥം കരേ ധൃത്വാ കിഞ്ചിന്നോവാച ഭാമിനി ബാലഭാവം സമാശ്രിത്യ മന്ദം മന്ദം രുരോധ. കൃഷ്ണനെ പോലെ തന്നെ
അഥ ആഗത താം വിലോക്യ. അപ്പോൾ പിന്നാലെ ഓടി വരണ അമ്മയെ കണ്ടിട്ട് സർവൈഹി പലായുധം, എല്ലാവരും ഓടി, 4 ആളും. കൗസല്യ പതേ പതേ പ്രസ്ഖലന്തി, അതായത് ഓടാൻ സമ്മതിക്കാതെ തടഞ്ഞും കൊണ്ട്, പതേ ഓരോ കാൽവെപ്പും തടഞ്ഞുകൊണ്ട്, ധാവമാന അഭി, പിന്നാലെ ഓടിച്ചാലും ഓടുന്നവളായി എങ്കിലും, രഘുനാഥം രാമനെ കരേ ധൃത്വ, കൈകൊണ്ട് പിടിച്ച്, ഭാമിനി മീൻസ് കൗസല്യ, കിഞ്ചിത് ന ഉവാച, ഒന്നും പറഞ്ഞില്ല. രാമനെ കൈ പിടിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അപ്പളയ്ക്കും ബാലഭാവത്തെ സമാശ്രയിച്ചിട്ട്, കുട്ടികൾ സാധാരണ അങ്ങനെയല്ലേ, പിടിച്ചപ്പോൾ മന്ദം രുരോധാഹ, കരയാൻ തുടങ്ങി വേഗം, ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അമ്മ ഓടി വരുന്ന കണ്ടു, പിടിക്കാമെന്ന് കണ്ടപ്പോൾ ഇവർ ഓടാൻ തുടങ്ങി, എല്ലാവരും ഓടി. അവസാനം കൗസല്യ തടയാൻ നോക്കി, അവസാനം ശ്രീരാമൻ്റെ കൈ പിടിച്ചേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. കിഞ്ചിത് ന ഉവാച പറയണ്ട, ഒന്നും പറഞ്ഞില്ലെങ്കിലും കുട്ടികളുടെ സ്വഭാവം പോലെ തന്നെ കരയാൻ തുടങ്ങി. അതാണല്ലോ കൃഷ്ണനും അങ്ങനെയല്ലേ, അത് കുന്തി സ്തുതിയിലുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ആദ്യം, എനിക്ക് ഓർമ്മ ഉണ്ട്, അറിയാം. ദാമതാവൽ യാതേ ദശ, എനിക്ക് ആയത്തെ അത് ഓർമ്മയില്ല, എന്താണ് അത്, ആ സീതായിട്ട് ഇങ്ങനെ ചെല്ലിയാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ, അതാണ് ബുദ്ധിമുട്ട്. നോക്കട്ടെ. ത്വയി കൃതാഗസി ദാമതാവൽ യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭവഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരവി യദ്ഭിഭേദീന്ന് കുന്തി സ്തുതിയിലത്തെ ഒരു ശ്ലോകം ഉണ്ട്. എന്താ അറിയോ, കുന്തി പറയാണ്, ഈ ലോകത്തിനെ മുഴുവൻ ബന്ധിക്കുന്ന ആളാണ്, നമ്മളെ മുഴുവൻ കർമ്മബന്ധനത്തിലാക്കണ ഈ ഭഗവാൻ യശോദ പിടിച്ച് ഉരലിൽ കെട്ടിയപ്പോൾ എന്താ ചെയ്തത്, കണ്ണെഴുത്തൊക്കെ ഒലിച്ച് കരയണി നിൽക്കണു. അങ്ങയുടെ ഈ ഒരു മാനുഷഭാവം കണ്ടിട്ട്, എനിക്ക് മായാഭാവം കണ്ടിട്ട് ഞാൻ മായാമോഹിതയായി തീരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താ, അതാണ് ഗോപ്യാദതേ ത്വയി കൃതാഗസി ദാമതാവൽ യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം. ആ വക്രം നിനീയ, അങ്ങയുടെ ആ പേടി നാട്യത്തോട് കൂടിയിട്ട് കരഞ്ഞും കൊണ്ട് കൺമഷി കൊഴിപ്പിച്ച് ആ നിൽക്കണ ആ ഒരു നിൽപ്പുണ്ടല്ലോ, അതാണ് വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ. അങ്ങനെ പേടിയോടുകൂടി നടിച്ച് നിൽക്കണമെന്നുണ്ടല്ലോ. സാമാം വിമോഹയതി, എന്നെ മോഹിപ്പിക്കണു. കാരണം ഭയത്തിന് പോലും ഭയമുള്ള അങ്ങാണ് അമ്മയെ പേടിച്ച ഭാവത്തിൽ നിൽക്കണതപ്പോൾ കരഞ്ഞും കൊണ്ട് യശോദര മുമ്പിൽ. ഭയത്തിനും കൂടി അങ്ങേ ഭയമാണ്. അങ്ങനെയുള്ള ഭയത്തിനും കൂടിയും ഭയമുള്ള അങ്ങാണ് യശോദര മുമ്പിൽ പേടി ഭാവിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ മായാമോഹിതയായി തീരുന്നു എന്ന് പറഞ്ഞു. ആര്? കുന്തി. അതുപോലെയാണ് ഇതിൽ പിന്നാലെ ഓടി പിടിച്ചു, ഒന്നും പറഞ്ഞില്ല, എങ്കിൽ പോലും ബാലഭാവം, ആ ബാലന്മാരുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് കരഞ്ഞു. അപ്പോൾ 56, 57 വായിക്കാം. ഇതൊക്കെ നല്ല രസമാണ്. നമുക്ക് അറിയണതൊക്കെയാണെന്ന് വെച്ചാലും ഭഗവാന്റെ ലീലകളെപ്പറ്റി പറയുമ്പോൾ അത് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കും. നമുക്ക് എന്തോ മനസ്സിനൊരു സന്തോഷമാണ്. ആഗതാം താം വിലോക്യാഥാ തതഃ സർവൈ പലായിതം കൗസല്യ ധാവമാനാഭി പ്രസ്ഖലന്തി പദേ പദേ. ഇത് എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. രഘുനാഥം കരേ ധൃത്വാ കിഞ്ചിന്നോവാച ഭാമിനി ബാലഭാവം സമാശ്രിത്യ മന്ദം രുരോധ, കരഞ്ഞു. രുരോധ കരഞ്ഞു. ഇനി 58, 59 ഒന്നിച്ച്. തേ സർവേ ലാളിതാ മാത്ര ഗാഠമാലിംഗ്യയത്നത ഏവമാനന്ദ സന്തോഹ ജഗദാനന്ദകാരക മായാബാലവപുർധൃത്വാ രമയാമാസ ദമ്പതി അഥ കാലേന തേ സർവേ കൗമാരം പ്രതിപേതിരേ. കാലം കടന്നു പോയതും കൂടി പറയണ്ട. എന്തറിയോ, മാത്ര മീൻസ് മാതാവിനാൽ ഗാഠമാലിംഗ്യ, കെട്ടിപ്പിടിച്ചിട്ട്, മുറുക്കെ കെട്ടിപ്പിടിച്ചിട്ട്, തേ സർവേ അവരെല്ലാവരും യത്നത ലാളിതാഹ 4 ആളെയും കെട്ടിപ്പിടിച്ചിട്ട് ലാളിച്ചു. ഏവം ഇപ്രകാരം
ആനന്ദ സന്തോഷ ജഗദാനന്ദകാരക, ആനന്ദസ്വരൂപനും ഈ ജഗത്തിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നതുമായ രാമൻ അല്ലേ, ജഗത്തിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നതാണ്, ആനന്ദസ്വരൂപനുമാണ് ഭഗവാൻ. ആനന്ദസ്വരൂപനല്ലേ ഭഗവാൻ, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനുമാണ്. മായാബാലവപു ധൃത്വ, മായാ മാനുഷ ബാലവേഷം പൂണ്ട ദമ്പതി ഭാര്യാഭർത്താക്കന്മാരെ, അതായത് ദശരഥനെയും കൗസല്യയും രമയാമാസ സന്തോഷിപ്പിച്ചു ഈ കളികളെ. അഥ കാലേന, അങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ട് തേ സർവേ അവർ 4 പേരും കൗമാരം പ്രതിഭേദിരേ, കൗമാരത്തെ പ്രാപിച്ചു. കുറച്ചൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പിന്നെ ആര് എഴുത്തച്ഛൻ. അപ്പോൾ കുറച്ചൊന്നൊരു ബാലലീല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ പിന്നെ 4 ആളെയും അപ്പം പിടിച്ചപ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്തപ്പോൾ വേഗം 4 കുട്ടികളെയും ഗാഠമായിട്ട് ആലിംഗനം ചെയ്തിട്ട് പിന്നെ നല്ലോണം സാരാക്കിയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ളൊരു ആനന്ദം, ദശരഥനും കൗസല്യയും വളരെ സന്തോഷിച്ചു. ഇവരുടെ ഈ മായാമാനുഷ വേഷം പൂണ്ട ഭഗവാന്റെ ആനന്ദസ്വരൂപനായിട്ടുള്ള ജഗത്തിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ആ ഭഗവാന്റെ മായാമാനുഷ ബാലവേഷം ഉണ്ടല്ലോ, അത് കണ്ട് ഇവർ ഒരുപാട് സന്തോഷിച്ചു. ദശരഥനും കൗസല്യയും. അങ്ങനെ കാലം ഇങ്ങനെ ബാലലീലകളാൽ ഒക്കെ ആടിക്കൊണ്ട് കാലം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ അവർ കൗമാരത്തിലെത്തി എന്നാണ് പറഞ്ഞത്. അതായത് അവരെല്ലാവരും കൗമാരാവസ്ഥയെ പ്രാപിച്ചു. അതായത് 5 വയസ്സ് കഴിഞ്ഞു, അതിനാണ് കൗമാരം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് 58ഉം 59ഉം അല്ല 50 എത്രയാണ് അത് നോക്കട്ടെ. പേജ് ഓക്കെ. 58, 59 വായിച്ച് നമുക്ക് 60 എന്തായാലും ചെയ്യാം. തേ സർവേ ലാളിത മാത്ര ഗാഠമാലിംഗ്യയത്നത ഏവമാനന്ദ സന്തോഹ ജഗദാനന്ദകാരക മായാബാലവപുർധൃത്വ രമയാമാസ ദമ്പതി അധ കാലേന തേ സർവേ കൗമാരം പ്രതിപേദിരേ. 5 വയസ്സ് കഴിഞ്ഞ് കൗമാരത്തിലെത്തി. 60ാമത്തെ ശ്ലോകം. ഉപനീത വസിഷ്ഠേന സർവവിദ്യാ വിശാരദാ ധനുർവേദേ ച നിരതാ സർവശാസ്ത്രാർത്ഥവേദിന. വസിഷ്ഠേന ഉപനീത, വസിഷ്ഠനാൽ ഉപനയനം ചെയ്യപ്പെട്ടു. 4 ആളെയും ഉപനയനം കഴിഞ്ഞു. സർവവിദ്യാ വിശാരദാഹ, എല്ലാ വിദ്യകളിലും ഒരുപോലെ സാമർഥ്യമുള്ളവരും. ധനുർവേദാച്ച, ധനുർവേദത്തിലും അതായത് ഈ അമ്പും വില്ലുപയോഗിച്ചിട്ടുള്ള ശാസ്ത്രം, അതിൻ്റെ ശാസ്ത്രത്തിലും നിരത, വളരെ തൽപരന്മാരും. കാരണം ക്ഷത്രിയന്മാരാണല്ലോ, അപ്പോൾ ഈ ധനുർവേദം അവർക്ക് ഇഷ്ടാവും. തൽപരന്മാരും സർവശാസ്ത്രാർത്ഥവേദിന, എല്ലാ ശാസ്ത്രത്തെയും അറിഞ്ഞവരുമായി. അപ്പോൾ വസിഷ്ഠൻ കൗമാരം തുടങ്ങിയപ്പോൾ, അതായത് 5 വയസ്സ് കഴിഞ്ഞു, കഷ്ടിച്ച് പഠിക്കാനുള്ള പ്രായമായപ്പോൾ വസിഷ്ഠൻ ഉപനയനം ചെയ്തു. എന്നിട്ട് എല്ലാ വിദ്യകളിലും വളരെ സമർത്ഥന്മാരായിട്ടുള്ള ഇവരെ ധനുർവേദവും പഠിപ്പിച്ചു. രാജാക്കന്മാരായതുകൊണ്ട് ധനുർവേദം പഠിക്കണമല്ലോ, ധനുസ് ഉപയോഗിക്കുന്നത്, അതായത് വില്ലമ്പ് ഉപയോഗിക്കാം, അതും പഠിപ്പിച്ചു. അതിൽ വളരെ അവർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, എല്ലാ ശാസ്ത്രത്തിലും അവർ നല്ലോണം, എല്ലാ ശാസ്ത്രങ്ങളും അവർ പഠിച്ച് നല്ല അറിവുള്ളവരായിത്തീർന്നു. അതാണ് 60. ഉപനീത വസിഷ്ഠേന സർവവിദ്യാ വിശാരദാ ധനുർവേദേ ച നിരതാ സർവശാസ്ത്രാർത്ഥവേദിന. ഇനിയും 61. ബഭ്രുവുർജഗതാം നാഥ ലീലയാ നാമരൂപിണ ലക്ഷ്മണസ്തു സദാ രാമമനുഗച്ഛതി സാദരം. ലീലയ, അതായത് ലീല കൊണ്ട്, നരരൂപിണ, അതായത് ലീലകളാടാൻ വേണ്ടി ഭഗവാൻ തന്നെ 4 ചതുർവ്യൂഹമായിട്ട് ജനിച്ചതാണല്ലോ. അതായത് മനുഷ്യനായി ജനിച്ചത് തന്നെ ഭഗവാൻ അവതാര ലീലകളാടാനാണെന്ന്. അങ്ങനെ ജനിച്ച ഈ ലോകനാഥന്മാർ ഭഗവാൻ തന്നെയാണ് 4 ആളും. അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞ ചതുർവ്യൂഹം. ബഭ്രുവു എന്താ?
ഭവിച്ചു. അങ്ങനെ എന്നിട്ട് ലക്ഷ്മണനാകട്ടെ സദാ സാദരം രാമമനുഗച്ഛതി. ലക്ഷ്മണൻ എപ്പോഴും രാമനെയാണ് ഫോളോ ചെയ്യുക, എപ്പോഴും രാമൻ്റെ പിന്നാലെയാണ്, എപ്പോഴും ആദരപൂർവം. അതാണ് സാദരം രാമമനുഗച്ഛതി. വളരെ ആദരവോടുകൂടി എപ്പോഴും രാമനെ പിന്തുടരും. ആര്? ലക്ഷ്മണൻ. ഇങ്ങനെ അവതാരലീലകൾ ആടാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരായി ജനിച്ച ഈ നാലായി ജനിച്ച ഭഗവാൻ, ചതുർവ്യൂഹമായി ജനിച്ച ഭഗവാൻ അങ്ങനെ ജനിച്ചുല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയണത് ലക്ഷ്മണൻ എപ്പോഴും വളരെ ആദരവോടുകൂടി ഏട്ടനെ ശ്രീരാമനെ പിന്തുടർന്നു എപ്പോഴും. അതാണ് ശരിക്ക് പറയാച്ചാൽ ഒരു ലീലകളാടാൻ വേണ്ടി മാത്രമാണ് ഈ മനുഷ്യാകൃതി ധരിച്ചത്, ഈ 4 രൂപമായിട്ടേ. എന്നിട്ട് പിന്നെ മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി എല്ലാ ഗുരുകുലവാസമൊക്കെ ചെയ്ത് സാധാരണ മനുഷ്യന്മാരെ പോലെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർ ഭഗവാൻ തന്നെയാണല്ലോ, എല്ലാ അറിവും ഉണ്ട്. എങ്കിലും അങ്ങനെ സർവജ്ഞന്മാരാണെങ്കിലും സാധാരണ മനുഷ്യന്മാരെ പോലെ വിദ്യയൊക്കെ അഭ്യസിച്ച് ലക്ഷ്മണൻ അങ്ങനെ കഴിഞ്ഞു വന്നു. ലക്ഷ്മണനാണ്ട് എപ്പോഴും ശ്രീരാമൻ്റെ കൂടെ തന്നെ നടക്കുള്ളൂ. അങ്ങനെ ഇനി നമുക്ക് 62, 63 ചെയ്ത് നിർത്താം. അപ്പോൾ ബഭ്രൂർജഗദാം നാഥാഹ ലീലയാ നരരൂപിണ ലക്ഷ്മണസ്തു സദാ രാമമനുഗച്ഛതി സാദരം. ഇനി 62, 63. സേവ്യസേവകഭാവേന ശത്രുഘ്നോ ഭരതം തഥാ രാമശ്ചാപധരോ നിത്യം തൂണിബാണാന്വിത പ്രഭു അശ്വാരൂഢോ വനം യാതി മൃഗയായൈ സലക്ഷ്മണ ഹത്വാ ദുഷ്ടമൃഗാൻ സർവാൻ പിത്രേ സർവം ന്യവേദയത്. സേവ്യസേവകഭാവേന, അതായത് പിന്നെ എന്താണ്, ഭൃത്യനും ഗുരു എന്നുള്ളെന്ന പോലെ, അല്ലെങ്കിൽ സേവ്യനും സേവകനും എന്ന ഭാവത്തോടെ ശത്രുഘ്നനും എപ്പോഴും ഭരതനെ ഫോളോ ചെയ്യും. ഭരതൻ്റെ ഭൃത്യനായിട്ട് ശത്രുഘ്നനും ശ്രീരാമൻ്റെ ഭൃത്യനായിട്ട് ലക്ഷ്മണനും. അങ്ങനെയാണ്. പ്രഭുവായ രാമ നിത്യം പാപധര, എല്ലാ ദിവസവും ചാപം വില്ലും ധരിച്ച അവർ തൂണീബാണാന്വിത, തൂണീരവും ബാണവും ധരിച്ചവനായിട്ട് ലക്ഷ്മണനോടുകൂടി അശ്വാരൂഢ കുതിരപ്പുറത്തിരുന്ന് മൃഗയായി വനം യാതി, നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോവും. സർവാൻ ദുഷ്ടമൃഗാൻ ഹത്വ, ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊന്ന് സർവം എല്ലാറ്റിനെയും പിത്രേ നിവേദയത്, അച്ഛനായിക്കൊണ്ട് സമർപ്പിക്കും. എന്താ പറഞ്ഞാൽ വെച്ചാൽ ശത്രുഘ്നനും, അതായത് ലക്ഷ്മണൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുള്ളൂ, ലക്ഷ്മണൻ ശ്രീരാമനെ അനുഗമിച്ചു എന്ന ആദരപൂർവ്വം. അതേപോലെ തന്നെ ഒരു ഭൃത്യനെ പോലെ ശത്രുഘ്നനും ഭരതനെ അനുഗമിച്ചു. ലക്ഷ്മണൻ ശ്രീരാമനെ ഒരു ഭൃത്യനെ പോലെ സേവ്യൻ സേവകൻ എന്നുള്ള നിലയ്ക്ക്, ശത്രുഘ്നൻ ഭരതനെയും അങ്ങനെ അനുഗമിച്ചു. പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ നല്ലോണം വില്ലും അമ്പും വില്ലൊക്കെ ഉപയോഗിക്കാൻ നല്ല കഴിവുള്ള രാമൻ എന്താ ചെയ്യുക വെച്ചാൽ ലക്ഷ്മണനെയും കൂട്ടി എപ്പോഴും കുതിരപ്പുറത്ത് കാട്ടിലേക്ക് നായാട്ടിന് പോവും. അവിടെ ചെന്ന് ദുഷ്ടമൃഗങ്ങളെയൊക്കെ വധിച്ചതിന് ശേഷം എന്തു ചെയ്യും? അതിനെ അച്ഛന് കൊടുന്ന് കാഴ്ച വയ്ക്കും. അതൊക്കെ അന്നത്തെ രാജാക്കന്മാരുടെ വിനോദമാണ്, നായാട്ടമൊക്കെ അന്നേ. അപ്പോൾ ശ്രീരാമൻ ഈ അമ്പുമില്ല് ഉപയോഗിക്കുന്നതിന് വളരെ സമർത്ഥനാണ്. അപ്പോൾ എപ്പോഴും ലക്ഷ്മണനാണോ കൂടെ? ലക്ഷ്മണനല്ലേ അധികം എപ്പോഴും കൂടെ ഉണ്ടാവുക. ലക്ഷ്മണനെയും കൂട്ടി കുതിരപ്പുറത്ത് കയറിയിട്ട് പലപ്പോഴും നായാട്ടിന് പോയിട്ട് ദുഷ്ടമൃഗങ്ങളെയൊക്കെ വധിച്ച് അതൊക്കെ അച്ഛന് കൊണ്ടുവന്ന് കാഴ്ച വയ്ക്കും. അതൊക്കെ അവരുടെ ഒരു വിനോദം. അതും പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. സേവ്യസേവകഭാവേന ശത്രുഘ്നോ ഭരതം തഥാ രാമശ്ചാപധരോ നിത്യം, എല്ലാ ദിവസവും ചാപവും അതായത് വില്ലും അമ്പൊക്കെ ധരിച്ചിട്ടേ തൂണിബാണാന്വിത പ്രഭൂഹു, അതൊക്കെ കൊണ്ട് എന്തു ചെയ്യും? അശ്വാരൂഢോ, കുതിരമ്പിൽ കയറിയിട്ട് വനം യാതി, വനത്തിൽ പോയിട്ട് മൃഗയായൈ സലക്ഷ്മണ, ലക്ഷ്മണനെയും കൂട്ടി മൃഗയാ പറഞ്ഞ നായാട്ടാണ്. ഹത്വാ ദുഷ്ടമൃഗാൻ സർവാൻ, ദുഷ്ടമൃഗങ്ങളെ കൊന്ന് പിത്രേ സർവം ന്യവേദയത്, അച്ഛൻ്റെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത
ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.